അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തൻ്റെ സഹീഹിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖദിമ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സബിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ യുദ്ധത്തടവുകാരായ കുറേ ആളുകളെ കൊണ്ടുവരപ്പെട്ടു. ഒരു യുദ്ധം കഴിയുമ്പോൾ കുറേ തടവുകാരെ കിട്ടിയെന്നർത്ഥം. ഫൈദംറഅത്തും മിനസ് സബിഹി ഖദ് തഹ്ലുബു സദിയഹ. കൂട്ടത്തിൽ ഒരു പെണ്ണുണ്ടായിരുന്നു. ആ സ്ത്രീയുടെ സ്തനത്തിൽ പാല് കെട്ടി നിൽക്കുകയാണ്. തസ്ത്രീ, ഏതെങ്കിലും ഒരു കുട്ടിയെ കിട്ടിയാൽ മുലയൂട്ടാമായിരുന്നു എന്ന് അവൾ ആഗ്രഹിക്കുന്നു. ആ അവസ്ഥയിൽ ആ പെണ്ണിൻ്റെ കുട്ടി യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ പാല് കുടിക്കുന്ന ഉമ്മയുടെ കുട്ടി നഷ്ടപ്പെട്ടു പോയാൽ സ്തനം പാല് കെട്ടി വീർത്തു നിൽക്കുമല്ലോ. അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ഒരു പെണ്ണ്, ഇദാ വജദത് സബിയ്യം ഫി സബി അഖദതുഹു ഫൽസഖതുഹു ബിബത്നിഹാ വഅർദഅതുഹു. ആ പെണ്ണ് ഏത് ഒരു കുട്ടിയെ കിട്ടിയാലും ആ കുട്ടിയെ മാറോട് ചേർത്ത് പിടിച്ച് പാല് കൊടുക്കുകയായിരുന്നു. ഫഖാല ലന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രംഗം കണ്ടിട്ട് ഞങ്ങളോട് പറഞ്ഞു, അതറൗന ഹാദിഹി ത്വാലിഹതൻ വലദഹ ഫിന്നാർ. ഈ പെണ്ണ് തൻ്റെ കുട്ടിയെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? പാല് കുടിക്കുന്ന കുട്ടി നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ സ്തനത്തിൽ പാലിങ്ങനെ കെട്ടി വീർത്ത് വിഷമിച്ച് ഏതെങ്കിലും ഒരു കുട്ടിയെ കിട്ടിയാൽ പാലൂട്ടാമായിരുന്നു എന്ന് വിചാരിച്ച് നടക്കുന്ന ഈ സ്ത്രീക്ക് തൻ്റെ കുട്ടിയെ കിട്ടുമ്പോൾ ആ കുട്ടിയെ തീയിലേക്ക് വലിച്ചെറിയും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. ഉന്ന, ഞങ്ങൾ പറഞ്ഞു ഇല്ല. വഹിയ തഖ്ദിറു അലാ അല്ലാ തത്റഹു. ഈ പെണ്ണ് തൻ്റെ കുട്ടിയെ ഉപേക്ഷിക്കാതിരിക്കാനല്ലേ ശ്രമിക്കുക? അങ്ങനെ ഉണ്ടാവില്ലല്ലോ. ഫഖാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ. ഈ പെണ്ണ് തൻ്റെ കുട്ടിയോട് കാണിക്കുന്ന കാരുണ്യത്തേക്കാൾ വലുതാണ് അല്ലാഹു തആല തൻ്റെ അടിമയോട് കാണിക്കുന്ന കാര്യമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുലയൂട്ടുന്ന ഒരു പെണ്ണിന് തൻ്റെ കുട്ടിയോട് എത്ര കാരുണ്യമുണ്ട്, അതിനേക്കാൾ വലിയ കാരുണ്യമാണ് അള്ളാഹുവിന് തൻ്റെ അടിമയോടുള്ള കാരുണ്യമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. തൊട്ടടുത്ത ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ജഅലല്ലാഹു റഹ്മത മിഅത ജുസ്ഇൻ. അല്ലാഹു തആല റഹ്മത്തിനെ 100 ഭാഗമാക്കിയിട്ടുണ്ട്. ഫഅംസക ഇൻദഹു 99 ജുസ്ആ. അതിൽ 99 പാർട്ടും അള്ളാഹു തൻ്റെ അരികിൽ പിടിച്ചു വച്ചിരിക്കുകയാണ്. വഅൻസല ഫിൽ അർളി ജുസ്അൻ വാഹിദ. ആ 100ൽ നിന്ന് ഒരൊറ്റ പാർട്ട് മാത്രമാണ് ഈ ദുനിയാവിലേക്ക് അല്ലാഹു തആല ഇറക്കിയിട്ടുള്ളത്. ഫമിൻ ദാലികൽ ജുസ്ഇ യതറാഹമുൽ ഖൽഖു. ആ ഒരൊറ്റ കാരുണ്യം കൊണ്ടാണ് തൻ്റെ അടിമകൾ ഒട്ടാകെ മുഴുവനായി പരസ്പരം കാരുണ്യം കാണിക്കുന്നത്. ബാക്കിയുള്ള 99 നാളെ പാരിത്രിക ലോകത്തേക്ക് വേണ്ടി അള്ളാഹു എടുത്തു വച്ചിരിക്കുകയാണ്. അതിൽ ഒരു റഹ്മത്ത് മാത്രം ഈ ഭൂമി ലോകത്തേക്ക് അള്ളാഹു തആല ഇറക്കി. അതിൽ നിന്നാണ് സൃഷ്ടികളായ ആളുകൾ ഇവിടെ കാണിക്കുന്ന കാരുണ്യം അത്രയും. ഹത്താ, എത്രത്തോളം, ഹത്താ തർഫഅൽ ഫറസു ഹാഫിറഹ അൻ വലദിഹ ഖശിയത അൻ തുസീബ. ഒരു കുതിര
തൻ്റെ കുട്ടിയെ ചവിട്ടിപ്പോകുമോ എന്ന് പേടിച്ചിട്ട് തൻ്റെ കുളമ്പ് പൊക്കുന്നില്ലേ, അതുപോലും അള്ളാഹുവിൻ്റെ ആ ഒരു കാരുണ്യത്തിൻ്റെ ഭാഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. വേറെ ഒരു ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അവിശ്വാസികളായ ആളുകൾ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അവർ സ്വർഗത്തെപ്പെട്ട് നിരാശരാകുമായിരുന്നില്ല. അത്രയും വിശാലമായ കാരുണ്യം അള്ളാഹുവിനുണ്ട്. അപ്പോൾ ഈ ദുനിയാവിലുള്ള കാരുണ്യം 100-ൽ 1 അംശം മാത്രമാണ്. അല്ലേ? ലോകത്ത് എന്തെല്ലാം സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ വിശുദ്ധമായ റമദാൻ വരുമ്പോൾ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഒരുപാട് കാശ്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസികൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യമാണ് ഈ ദുനിയാവിൽ ഇറക്കിയ. ബാക്കിയുള്ള 99 കാരുണ്യവും നാളെ പാരത്രിക ലോകത്തേക്ക് എടുത്തു വച്ചിരിക്കുകയാണ്. അവിടെയാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോൾ കാരുണ്യത്തിൻ്റെ 10 നമ്മോട് വിട പറയാൻ പോവുകയാണ്. അള്ളാഹുവിനോട് വളരെ കൂടുതൽ ചോദിച്ചു വാങ്ങേണ്ട നിമിഷങ്ങളാണ് ഇനിയുള്ള മണിക്കൂറുകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. റഹ്മത്തുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും നിൻ്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റഹ്മാനെ. ശിഷ്ടം ജീവിതത്തെ നിൻ്റെ ത്വാഅത്തിലായി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ കൃപ ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങൾക്കും ഈ സൗഖ്യവും സമാധാനവും നൽകണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد